തിരുവനന്തപുരം വെമ്പായത്തേക്കാണ്. വെമ്പായത്ത് നിന്ന് 16 വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ വഴിത്തിരിവ്. മാർച്ച് 5-ന് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ച് കാണാതായ അഭിജിത്ത് ആയിരുന്നുവെന്ന് സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട്. മൃതദേഹം 1 മാസം കഴിഞ്ഞപ്പോൾ പോലീസ് സംസ്കരിച്ചു എന്നാണ് വ്യക്തമാകുന്നത്. രേഖകളില്ലാത്തതിനാൽ തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നും പോലീസ് വിശദീകരിക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 3-നാണ് അഭിജിത്ത് വീട് വിട്ടിറങ്ങിയത്. 16-കാരനെ കാണാനില്ല എന്ന് ചൂണ്ടിക്കാട്ടി വീട്ടുകാർ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. സുഹൃത്തിനെ ചോദ്യം ചെയ്തപ്പോഴാണ് അഭിജിത്തിന്റെ മരണവിവരം ലഭിച്ചത്. സംഭവത്തിൽ പേട്ട പോലീസിന് വീഴ്ച സംഭവിച്ചു എന്ന ആക്ഷേപം ശക്തമാകുന്നുണ്ട്. ശാലിനിയുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ആ കുടുംബത്തിന് അവസാനമായി ആ മകനെ ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല. എന്താണ് അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? രാഖി, അത് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര അനാസ്ഥ, വീഴ്ച അത് തന്നെയാണ് 16-കാരൻ്റെയും മരണത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഈ കുടുംബം ഇപ്പോൾ അല്പസമയം മുമ്പ് ജനം ടിവിയോട് പ്രതികരിച്ചിരുന്നു. അച്ഛൻ അടക്കമുള്ളവർ ഇപ്പോൾ പ്രതികരിക്കുകയും ചെയ്തു. അച്ഛൻ പറയുന്നത് ഇതൊരു സാധാരണ ട്രെയിൻ തട്ടി മരണമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു മരണമല്ല, കൃത്യമൊരു കൊലപാതകമാണ്. ആരാണ് അതിൻ്റെ ഉത്തരവാദി എന്നുള്ളത് നിയമത്തിന് മുൻപിൽ വരണം, നിയമ നടപടികളുമായി താൻ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. മാർച്ച് 3-ാം തീയതിയാണ് അഭിജിത്ത് എന്ന് പറയുന്ന 16-കാരൻ ഈ വീട്ടിൽ നിന്ന്, സാധാരണ കുടുംബമാണ്, ഒരു മൊബൈൽ ഷോപ്പിൽ ജോലി ചെയ്യുകയാണ്. ആ ജോലിക്കായി രാവിലെ ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷേ പോയതിന് ശേഷം പിന്നീട് ഈ കുട്ടിയെപ്പറ്റി യാതൊരു രീതിയിലുള്ള അറിവും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർച്ച് 14-ാം തീയതിയോടുകൂടി കുടുംബം പോലീസിനെ സമീപിക്കുകയും വട്ടപ്പാറ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. ആ പരാതി കൃത്യമായി പോലീസ് അന്വേഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെയൊക്കെ ഒരു അനന്തര ഫലമാണ് ഇപ്പോൾ ഒരു സാധാരണ കുടുംബത്തിന് നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മാർച്ച് 5-ാം തീയതി പേട്ടയ്ക്ക് സമീപത്ത് ട്രെയിൻ തട്ടിയ നിലയിൽ ഈ അഭിജിത്ത് മരണപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ഏപ്രിൽ 5-ാം തീയതി, 1 മാസത്തിന് ശേഷം മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം 1 മാസത്തിന് ശേഷം പേട്ട പോലീസ് സംസ്കരിക്കുകയും ചെയ്തു. ഇതര സംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ ആരും അന്വേഷിച്ച് വരാത്തത് കൊണ്ട് സംസ്കരിച്ചു എന്നുള്ളതാണ് പേട്ട പോലീസ് നൽകുന്ന വിശദീകരണം. പക്ഷേ ആ വിശദീകരണത്തോട് കാര്യമായി തന്നെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ അത് വിശ്വസിക്കാനോ കുടുംബം തയ്യാറാകുന്നില്ല. തലയുടെ ഇടതുഭാഗത്തായി ഒരു മുറിവ് വലിയ രീതിയിൽ ഉണ്ടായിരുന്നതാണ് അച്ഛൻ പറയുന്നത്. ഫോട്ടോയും വീഡിയോയും ഒക്കെ കണ്ടിരുന്നു. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നിന്ന് അതൊരു ട്രെയിൻ തട്ടിയുള്ള മരണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല. മറ്റ് ദുരൂഹതകൾ അതിലുണ്ട് എന്നുള്ളതാണ് കുടുംബം ഈ ഘട്ടത്തിൽ അറിയിക്കുകയും ചെയ്യുന്നത്. കുടുംബം ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. ചെറിയച്ഛൻ, മാമനടക്കമുള്ളവർ ഇവിടെയുണ്ട്. BJPയുടെ ജില്ലാ അധ്യക്ഷനടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുമുണ്ട്. ബന്ധുക്കളോട് തന്നെ ചോദിച്ചറിയേണ്ടിയിരിക്കുന്നു എന്താണ് ഇതിൽ അവർ സംശയിക്കുന്നത്, എന്താണ് ഇതിലെ ദുരൂഹത എന്നുള്ളത്. അത് വ്യക്തമായി ഇതിലെ ദുരൂഹതകൾ നീക്കി കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട തുടക്കം മുതൽ ഇതിൻ്റെ ഒപ്പം നടന്ന അഭിജിത്തിൻ്റെ ബന്ധു കൂടിയാണ് നമുക്കൊപ്പം ചെയ്യുന്നത്. ചേട്ടാ, പോലീസിൻ്റെ ഭാഗത്ത് ഒരു ഗുരുതര വീഴ്ച അത് തന്നെയല്ലേ നമുക്ക് പറയാൻ പറ്റും? വീഴ്ചയുണ്ടായി. നമ്മൾ മാർച്ച് 3-നാണ് മിസ്സിംഗ് കേസ് നടക്കുന്നത്. മാർച്ച് 16-ന് നമ്മൾ പരാതി കൊടുത്തായിരുന്നു. നമ്മൾ പ്രത്യേകം പറഞ്ഞാണ് കൊടുത്തത് മാർച്ച് 3-നാണ് ആൾ മിസ്സായത്. അതായത് മാർച്ച് 16 നമ്മൾ പരാതി കൊടുക്കേണ്ട അന്ന് ഒരു ബേക്കപ്പ് നോക്കിയിരുന്നെങ്കിൽ നമുക്ക് ആ ബോഡിയെങ്കിലും കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെ വട്ടപ്പാറ സ്റ്റേഷനിൽ അങ്ങനെ ഒരു സംവിധാനം ചെയ്തിട്ടേ ഇല്ല. പിന്നെ ഞങ്ങൾ ഇന്നലെയാണ് ഇവനെ കൊണ്ടുപോയൊരു പയ്യനെ അവിടെ കൊണ്ട് ഹാജരാക്കിയത് വട്ടപ്പാറ. ഞാൻ ജോലിയും കഴിഞ്ഞ് വന്ന വഴിക്ക് ഉച്ചയ്ക്ക് ഒന്നും പറഞ്ഞില്ല, എന്നെ അവിടെ നിന്ന് വണ്ടിയിൽ കൊണ്ടുപോകുമായിരുന്നു. പേട്ടയിൽ ചെന്നിട്ടാണ് ഫോട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു ആളാണെന്ന്. പിന്നെ അതുപോലെ പേട്ടയിൽ നിന്ന് CIയുടെ അവർ മാറ്റവും വളരെ മോശമായിരുന്നു. ഞങ്ങളവിടെ നിന്ന് ചേട്ടനെയൊക്കെ ഷൗട്ട് ചെയ്ത് പുറത്തിറക്കുകയാണ് ചെയ്തത്. അതായത് പത്രത്തിൽ കൊടുത്തോന്ന് ചോദിച്ചതിന് ഇവർ പത്രത്തിലൊന്നും കൊടുത്തിട്ടില്ല. അതുപോലെ ഈ പോലീസിൻ്റെ ഇന്നത്തെ സംവിധാനത്തിൽ വാട്സപ്പ് ഗ്രൂപ്പും ഫേസ്ബുക്കും എല്ലാം ഉള്ളതാണ്. അതിലൊന്നും അവർ ഇട്ടിട്ടില്ല. 1 മാസമായപ്പോഴത്തേക്ക് അവർ സംസ്കരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അത് ബംഗാളിയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് അങ്ങനെ ശരിയാണെന്ന് പറഞ്ഞത്. ബംഗാളി ആണെങ്കിൽ പോലും പാലിക്കേണ്ട മാനദണ്ഡം രാജ്യത്തിൻ്റെ ആൾക്കാരാണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് വളരെ തെറ്റായ ഒരു രീതിയാണ്. അതുമാത്രമല്ല, നാളെ ഇനിയൊരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ ശക്തമായിട്ട് പ്രതിഷേധിക്കും. എല്ലാ രീതിയിലുള്ള കേസുവരും മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിക്കും DGPയുടെ എല്ലാവർക്കും പരാതി കൊടുക്കും. ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും നമുക്ക് സംശയമുണ്ടോ? ഒരു മരണം എന്നതിന് സ്വാഭാവിക മരണത്തിനപ്പുറം ഒരു കൊലപാതകമോ അങ്ങനെ എന്തെങ്കിലും സംശയം? അത് ഇവിടുന്ന് ഇവനെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഇവിടെയുള്ളൊരു പയ്യനാണ്. തേക്കട, ഈ നെട്ടേക്കൂട എന്നുള്ളൊരു പയ്യനാണ്, രാജസ് എന്ന് പറഞ്ഞ പയ്യനാണ്. അപ്പോൾ അന്ന് ഈ പേരുൾപ്പെടെ എല്ലാം നമ്മൾ അന്ന് സ്റ്റേഷനിൽ പറഞ്ഞതാണ്. അപ്പോൾ അതിനും ഒരു അന്വേഷണം പോലീസ് ചെയ്തിട്ടുള്ള ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇവിടെ വന്ന് വിജയ് എന്ന് പറഞ്ഞ പയ്യനെ കൊണ്ടുപോയി. അത് പോലീസ് കണ്ടതിന് മുന്നേ അവൻ്റെ നമ്പറെല്ലാം കണ്ടെത്തി അവനെ ഞാൻ വിളിച്ചു. ഈ നമ്പർ ഞാൻ സ്റ്റേഷനിൽ കൊടുത്തു. അതായത് മാർച്ച് 29-ന് ഞാൻ ഈ നമ്പർ കണ്ടെത്തി സ്റ്റേഷനിൽ കൊടുത്തു. ഇന്ന് ജൂൺ 9, ഇന്നലെയാണ് ആ പയ്യൻ സ്റ്റേഷനിൽ ഹാജരാവണം. അത് പോലീസ് പിടിക്കുന്നതല്ല, അവൻ്റെ അമ്മ വന്ന് കൊണ്ട് ഹാജരാക്കിയതാണ്. അതാണ്. ദുരൂഹതകൾ നീങ്ങണമല്ലേ? എന്തേ? ദുരൂഹതകൾ നീങ്ങണമല്ലേ? ദുരൂഹത നീങ്ങണം, അത്രയേ ഉള്ളൂ.
നമ്മൾ എല്ലാ പോലീസുകാരെന്നും പറയുന്നില്ല, ഒന്ന് രണ്ടു പേർക്കും ചെയ്തതൊന്നും വളരെ മോശം. പേട്ട സ്റ്റേഷനിൽ CI കാണിച്ചത് വളരെ മോശമായിട്ടാണ്. ബാക്കി ഒന്നും എല്ലാവരും നല്ല രീതിയിലാണ് നമ്മൾ ഇടപെട്ടത്. പക്ഷേ CI വളരെ മോശമായിട്ടാണ് നമ്മൾ ഷൗട്ട് ചെയ്തത്. പിതാവിൻ്റെ ബന്ധുവാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ള ഒരു വ്യക്തത കുറവ്, ഒപ്പം തന്നെ പേട്ട CI അടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ച ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ കുടുംബം വ്യക്തമാക്കുന്നത്. കാരണം ഒരു ബംഗാളി അല്ലെങ്കിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവരുടെ വിവരശേഖരണം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ വിവരങ്ങളില്ല എങ്കിൽ പോലും ഒരു മരണം സംഭവിച്ചു കഴിയുമ്പോൾ ആ മരണത്തിൽ ഒരു വ്യക്തത വരുത്താൻ അത് ആരാണ് എന്നുള്ള മാച്ചിങ് അടക്കം നടത്തേണ്ടതുണ്ട്. ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് ആ കുട്ടിയുടെ ചിത്രം അടക്കം വെച്ചത് ഏത് പ്രായമാണ് അല്ലെങ്കിൽ ആരാണ്, കുട്ടിയാണ് എന്ന് പോലുമില്ല. സംസ്ഥാന വ്യാപകമായിട്ടുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും സൈബർ ഇടങ്ങളിലേക്കും ഒക്കെ അതുമായി ബന്ധപ്പെട്ട മെസ്സേജ് പോലീസ് പാസ് ചെയ്യും. കൂടാതെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം കാണുവാനില്ല എന്ന രീതിയിൽ ആ ചിത്രങ്ങൾ അവർ പോസ്റ്റ് ചെയ്യുകയും വ്യാപകമായ രീതിയിൽ തെരച്ചിൽ നടക്കുകയും ചെയ്യും. പക്ഷേ ഈ അഭിജിത്ത് എന്ന് പറയുന്ന 16-കാരൻ്റെ കാര്യത്തിൽ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് പേട്ട പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ളൊരു വീഴ്ചയാണ് ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നത്. ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് നമ്മൾ കണ്ട. ഒരു സാധാരണക്കാരുടെ ഒരു കുടുംബമാണ്. 16 വയസ്സേ ഉള്ളൂ, +1 പഠിക്കേണ്ട ഒരു പ്രായം. ആ പ്രായത്തിൽ ജോലി വേണം, ജോലി നേടണം, ഈ കുടുംബത്തെ നോക്കണം, ഞാൻ മാത്രമേ ഉള്ളൂ ഈ കുടുംബത്തിന് ഒരു അത്താണി എന്ന നിലയിൽ മുന്നോട്ട് വന്നൊരു കുട്ടി അല്ലെങ്കിൽ മുന്നോട്ട് വന്നൊരു ചെറുപ്പക്കാരൻ ആണ് ഈ ഒരു രീതിയിൽ ഇല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഭൂമിക്ക് മുകളിൽ ഇല്ലാതായിരിക്കുന്നത്. നീതി വേണം ഈ കുടുംബത്തിന് എന്നുള്ളതാണ് മുഖ്യമന്ത്രി, DGP അടക്കമുള്ളവർക്ക് നിവേദനവും പരാതിയുമായിട്ടൊക്കെ സമീപിക്കാൻ പോവുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ BJP ജില്ലാ അധ്യക്ഷനടക്കമുള്ള BJPയുടെ നേതാക്കന്മാർ, പ്രാദേശിക നേതാക്കന്മാരടക്കമുള്ളവർ ചേരുകയാണ്. ഇതിലൊരു കൃത്യമായ ഒരു അന്വേഷണം വേണ്ടതല്ലേ? പോലീസിനെതിരെ അടക്കം നടപടി വേണ്ട. കൃത്യമായ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടാവണം. കാരണം മാർച്ച് 3-ാം തീയതി കാണാതായി, 8-ാം തീയതി അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ആ പരാതി അന്വേഷിക്കുവാൻ പോലും, കാര്യം ഒരു 17 വയസ്സുകാരനായിട്ടുള്ളൊരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ പോയിട്ട് ഇത്രയും ദിവസമായിട്ട് അതൊരു അന്വേഷണം നടത്താതിരുന്നപ്പോൾ വീണ്ടും അവർ ആഭ്യന്തരമന്ത്രിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി വീണ്ടും കൊടുക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അച്ഛനും അമ്മയും ഒരു 4 മാസമായിട്ട് ഒരു മകനെ പ്രതീക്ഷിച്ചുകൊണ്ട് രാത്രിയും പകലുമായിട്ട് ഒരു ശബ്ദം കേട്ടാൽ പോലും ഒരു അമ്മയും അച്ഛനും ഇറങ്ങി നോക്കി എൻ്റെ മകൻ തിരിച്ചു വരുമെന്നുള്ള ഒരു കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിൻ്റെ ഒരു ഇതുപോലും ഈ ആഭ്യന്തരത്തിൻ്റെ ഇത്രയും കേരളം ആഭ്യന്തര കാര്യങ്ങളിൽ ഒന്നാമത് എന്ന് പറയുമ്പോൾ ഒരു 17-കാരൻ 18 വയസ്സ് പൂർത്തീകരിച്ചിട്ട് പോലുമില്ല, അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു അന്വേഷണം പോലും പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതുമാത്രമല്ല, അവിടെ വട്ടപ്പാറ പോലീസ് സ്റ്റേഷനകത്ത് അവരുടെ മകൻ്റെ ഫോട്ടോ ഉൾപ്പെടെ അവിടെ കൊടുക്കുകയും കൂടെ അവരത് അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടിരുന്നിട്ട് പോലും പേട്ട സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു ബോഡി കിട്ടിയിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കുകയും അത് സാധാരണ നമ്മുടെ പോലീസ് അത് എല്ലാ സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുണ്ടായിട്ടുള്ള 2 സ്ഥലങ്ങളാണ്. ഈ വെമ്പായം തേക്കടയിലാണത് നടക്കുന്നത്, വട്ടപ്പാറ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ്. മറ്റേത് നടക്കുന്നതും തിരുവനന്തപുരം ജില്ലയിലെ പേട്ട സ്റ്റേഷനിലാണ്. എന്നിട്ട് പോലും ആ ഒരു അന്വേഷണം നടത്താതെ അതൊരു ബംഗാളിയാണ് അല്ലെങ്കിൽ ഒരു അതിഥി തൊഴിലാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറവ് ചെയ്യുമ്പോൾ എത്രത്തോളം നമ്മുടെ ആളുകളുടെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിയമപരം പാലിക്കുന്നവരും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടവർ, നമ്മുടെ നാളത്തേക്ക് ഒരു ഭാവിയിലേക്കുള്ള ഒരു മകൻ, ആ മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയും അച്ഛനും ആ സ്റ്റേഷനിൽ ഇന്ന് 4 മാസം കൊണ്ട് അവർ പ്രതീക്ഷയിലായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഇവനെ കൂട്ടിക്കൊണ്ടുപോയ ആ ആളിനെ പോലും കണ്ടെത്താൻ ഈ 4 മാസമായിട്ടും പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഇത് വട്ടപ്പാറ പോലീസ് സ്റ്റേഷനിലാണ്. അത് പേട്ട സ്റ്റേഷനിൽ വിളിച്ച് വരുത്തുമ്പോഴത്തേക്ക് അവനെ ചോദ്യം ചെയ്യുമ്പോഴാണ് അറിയുന്നത് ആൾ മരണപ്പെട്ടു എന്നുള്ള വിവരം. അപ്പോൾ അവർ നേരത്തെ കൂട്ടി ഇത് അറിയുന്നു. അല്ലാതെ അസ്വാഭാവികമായിട്ടുള്ളൊരു മരണമായിരുന്നെങ്കിൽ കൃത്യമായിട്ടും അല്ലെങ്കിൽ ആ കൂട്ടുകാരൻ തന്നെ ഇവിടെ വീട്ടുകാരെയും ബാക്കി പോലീസ് സ്റ്റേഷനിലുമൊക്കെ അറിയിക്കുമായിരുന്നു. അത് ആ ഒരു അന്വേഷണ ഭാഗത്തു നിന്നുണ്ടാകാതെ ഇതിൽ വളരെ നിഗൂഢമായ ഒരു സംഗതി ഇതിനകത്തുണ്ട്. ഇത് തികച്ചും ഒരു കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. ഈ അമ്മയ്ക്കും അച്ഛനും ആ മകൻ്റെ മൃതദേഹം അതൊന്നും സംസ്കരിക്കാൻ പോലും കഴിഞ്ഞില്ല. പക്ഷേ ആ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനെങ്കിലും ഇവിടുത്തെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായില്ലെങ്കിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ആ വീട്ടുകാർക്ക് ആ മകനിൽ നിന്ന് കിട്ടേണ്ട അല്ലെങ്കിൽ കിട്ടേണ്ട ആ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടേണ്ട അനാസ്ഥയാണ് ഇത് ഇത്രയും കാര്യം ഇതുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കൃത്യമായിട്ടും ഭാരതീയ ജനതാ പാർട്ടി കാര്യത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവും.
ആരൊക്കെയോ സംരക്ഷിക്കാൻ പോലീസ് എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് തോന്നുന്നുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ഒരു 4 മാസമായിട്ട് ഒരു ഇത് നടന്നിട്ട്, ഒരു മിസ്സിങ് നടന്നിട്ട്, ഒന്നാമത് മനസ്സിലാക്കണം, ഒരു പ്രായമുള്ള ആളല്ല, 18 വയസ്സിന് താഴെയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരൻ നഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ ഒരു അന്വേഷണം നടത്തിയില്ല എന്നുള്ളതെങ്കിൽ 16 പോലീസിന്റെ വയസ്സുകാരനെ കാണാതായ സംഭവത്തിൽ വൻ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. മാർച്ച് 5-ന് പേട്ടയിൽ ട്രെയിൻ തട്ടി മരിച്ച് കാണാതായ അഭിജിത്ത് ആയിരുന്നു എന്ന് സുഹൃത്ത് മൊഴി നൽകുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ വരും. വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് ശാലിനിയാണ്.